യൂട്യൂബ് ചാനലാണ്. കഫേ പപ്പായാസ് ബൈ ധനീഷ് എന്നാണ് മച്ചാൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം. അപ്പോൾ എല്ലാവരും യൂട്യൂബ് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിടുക. ഓളിടുമ്പോൾ മച്ചാൻ വീഡിയോ ചെയ്യുമ്പം നിങ്ങളുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു യൂട്യൂബ് ചാനൽ തന്നെയാണ്. ബക്കറ്റ് ചിക്കൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാക്കി വെച്ച് എടുത്തു വെച്ചിരുന്ന മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി വീഡിയോസ്, നല്ല ഫുഡും കാര്യങ്ങളായിട്ടുള്ള അങ്ങനത്തെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്, എക്സ്പെരിമെൻറ്റ്, ട്രാവൽ, കുക്കിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മച്ചാൻ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ടു SB ടെക്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്തെടുക്കുക. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ സ്നാപ്സീഡ് ട്യൂട്ടോറിയൽ സെക്കൻഡ് പാർട്ട്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നലെ സ്നാപ്സീഡ് നമ്മൾ കുറേ ടൂളുകൾ നിങ്ങൾ പരിചയപ്പെടുത്തു. കുറേ ടൂളില്ല, ഒരു 3 എണ്ണം. അപ്പം അതിൻ്റെ ബാക്കിയായിട്ട് നമുക്കിനി എന്തൊക്കെ ടൂളുകൾ ഇനി പരിചയപ്പെടാൻ കിടക്കുന്നു അതൊക്കെ നമുക്ക് സ്നാപ്സീഡിലോട്ട് നേരെ കടന്ന് വീഡിയോയിലോട്ട് പോകാം. നേരെ സ്നാപ്സീഡിലോട്ട് പോവാണ്. പിക്ചർ ഓപ്പൺ ആവുന്നുണ്ട്. ഏതെങ്കിലും ഒരു പിക്ചർ എടുക്കുക. ഈ ഒരു പിക്ചറാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ ലുക്കും കാര്യങ്ങളൊന്നും ഇനി പരിചയപ്പെടുത്താനില്ല. നേരെ നമുക്ക് ടൂൾസിലോട്ട് പോയിട്ട് എന്തൊക്കെയാണ് ഇന്ന് എടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൂളുകൾ എന്ന് പറയുന്നത് ഡബിൾ എക്സ്പോസ് എന്ന് പറയുന്നൊരു ടൂളാണ്. അതായത് എക്സ്ട്രാ ഒരു പിക്ചർ നമ്മൾ ചൂസ് ചെയ്ത പിക്ചറിലോട്ട് വേറൊരു പിക്ചർ ആഡ് ചെയ്യുന്നതാണ് ഈ ടൂൾ കൊണ്ടുള്ള ഉപയോഗം. അതെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് എങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ടൂളാണ്. ഇതിനകത്തും ഡബിൾ എക്സ്പോസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ടെക്സ്റ്റിനുള്ളത്. അതുപോലെ ബ്ലർനെസ് എന്നൊരു ഇതും കൂടെ ഉണ്ട്. ഇന്നലെ നമ്മൾ എടുത്തു ലെൻസ് ബ്ലർ. അപ്പോൾ അതിനകത്ത് ഇച്ചിരി കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. അപ്പം അതും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പം ഈ 3 ടൂളിനും ഒരേ രീതിയിലുള്ള ആണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് 3 എണ്ണം എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഡബിൾ എക്സ്പോസ്, ടെക്സ്റ്റ്, ലെൻസ് ബ്ലർ, ഈ 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നേരെ ഡബിൾ എക്സ്പോസ് ടൂളിലോട്ട് നമുക്ക് പോകാം. അത് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം എടുത്ത് പിക്ചർ ഓപ്പൺ ചെയ്ത് തരും. അപ്പോൾ ഇവിടെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പിക്ചറിൽ പ്ലസ് ചിഹ്നം ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെയാണ് അവിടെ നിന്നാണ് നമ്മൾ ഇഷ്ടമുള്ള പിക്ചറിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത്. ഏത് പിക്ചറാണ് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ പിക്ചർ നമ്മൾ എടുക്കുക. നേരെ പിക്ചറിലോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ ഗാലറി ഓപ്പൺ വരും. ഇന്നലെ പറഞ്ഞ പോലെ റീസെൻസ് ആപ്പാണ്. നേരെ അപ്പുറത്ത് എടുക്കുക. ഇവിടെ ഗാലറി ഉണ്ട്. ഗാലറി പോയിട്ട് ചൂസ് ചെയ്യാം. ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഒരു പിക്ചർ, ഒരു ചെന്നൈ ആണെന്ന് തോന്നുന്നു, അതേ കുറുക്കനാണോ എന്തോന്ന് അറിയത്തില്ല. അപ്പം ആ പിക്ചർ ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് കളറായിട്ട്, ലൈറ്റ് ഫിൽറ്റർ പോലെ ആ നേരത്തെ എടുത്ത പിക്ചറിലോട്ട് ആടാവുന്നതാണ്. ഇനി ഇതിൻ്റെ സ്ട്രെങ്ത് കൂട്ടണിൽ ഒരു മഴത്തുള്ളിൻ്റെ കളറിൽ കിടക്കുന്നുണ്ടോ, എന്താ പറയുക, ഒപ്പാസിറ്റി അല്ലേ. അപ്പോൾ അത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കൂട്ടി കുറയ്ക്കുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടിയിടണം. ഇനി ഇതല്ല, ഇതുപോലെയാണ് പഴയ കിടന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു കാർഡിൻ്റെ ചിഹ്നം കണ്ടോ, ഒരു 3 കാർഡിൻ്റെ ചിഹ്നം കണ്ടോ, അത് ഞെക്കുവാണെങ്കിൽ 5-6 ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇതിടുകയാണെങ്കിൽ ഇച്ചിരി കളർ മങ്ങിയിട്ടുണ്ട്. ഇതിപ്പം ആദ്യത്തെ പിക്ചർ നമ്മൾ രണ്ടാമതെടുത്ത പിക്ചറിലോട്ടാണ് ആഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ ആഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതുപോലെ ഇതൊക്കെ ഓരോ ഫിൽറ്ററാണ്. ഇപ്പം നിങ്ങളത് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. ഇപ്പം ഞാനത് എടുക്കുന്നില്ല, ഡീഫോൾട്ടിലിടുക. ഇപ്പം അത് കഴിഞ്ഞിട്ടുള്ളത് മഴത്തുള്ളി എടുക്കുക. നമ്മൾ മൊത്തം കൂട്ടിയിടുക. ശരിക്കും കൃത്യമായിട്ട് വെക്കണം, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ലൈൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുപോലെ ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് കൃത്യം വെച്ചിട്ട് നമ്മൾ ടിക്ക് എടുക്കുക. ഇപ്പം നിങ്ങളുണ്ടോ, ഫസ്റ്റത്തെ പിക്ചർ കാണുന്നില്ല, നമ്മൾ സെക്കൻഡ് ആഡ് ചെയ്ത പിക്ചറാണ് ആയത്. അപ്പം തെറ്റിപ്പോയോ എന്ന് പലർക്കും തോന്നും, പക്ഷേ പോയിട്ടില്ല. ഇന്നലെ ഞാൻ കാണിച്ചു, ഇവിടെ ഒരു ലുട്ടാപ്പിൻ്റെ ചിഹ്നം ബുക്കിൻ്റെ മേലെ കിടക്കുന്നെന്ന് പറഞ്ഞു. അതിലാണ് കളികൾ ഇനി ഉള്ളത്. വ്യൂ എഡിറ്റ്സ്, നമ്മളറിയാം വ്യൂ എഡിറ്റ്സ് ഇവിടെ ഉണ്ട്. വ്യൂ എഡിറ്റ്സിൽ പോവുക. ഡബിൾ എക്സ്പോസ്, നമ്മൾ ചെയ്ത എഡിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണും. ഇവിടെ നിന്നാണ് ആ എഡിറ്റ് ചെയ്തതിനകത്ത് വല്ലതും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട മേത്ത് വീണ്ടും ഒന്നും കൂടെ എഡിറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത, ഈ ടൂളിൻ്റെ ഉപയോഗം. അപ്പോൾ നേരെ ഡബിൾ എക്സ്പോസിലോട്ട് പോവുക. അത് ഞെക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് വീണ്ടും ഒന്നും കൂടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പം നമ്മൾ നടുക്കത്തെ ആ ബ്രഷ് ടൂള് ഞെക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യത്തെ പിക്ചറിലോട്ടാണ് പോകുന്നത്. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യത്തെ പിക്ചർ. അതായത് ഇതിൻ്റെ മേത്തോട്ട് ഈ ഒരു ടൂള് ഞെക്കി കഴിയാണ്ട് ഒരു ചന്ദ്രൻ്റെ ഒരു ബുക്കാണ്. ചന്ദ്രൻ്റെ അങ്ങനെ ഒരു റൗണ്ട്, ഒരു ത്രികോണത്തിൽ ഒരു റൗണ്ട് കിടക്കുന്നതാണ്. ഇതേ ഞെക്കുവാണെങ്കിൽ
ഇതാണ് ആദ്യത്തെ പിക്ചർ. അതേ ഒന്ന് ഞാൻ കൂടെ നിൽക്കുവാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത പിക്ചർ മേളോട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ടൂള് എനേബിൾ ആക്കി ഇടുവാണെങ്കിൽ ഇവിടെ 0-ലാണ് കിടക്കുന്നത്. നമുക്ക് കൂട്ടിയിടാൻ പാകുന്നില്ല. കുറച്ചിട്ട് നോക്കാം. കുറച്ചിടുമ്പം ആദ്യത്തെ പിക്ചർ ആവുന്നുണ്ട്. ഇനി ഇത് കൂട്ടിയിട്ടിട്ട് ഇത് ഡിസേബിൾ ആക്കി ഇടുവാണെങ്കിൽ നമ്മൾ ആദ്യം ഇത് പിക്ചറിലോട്ട് ഇങ്ങനെ ആവുന്നുണ്ട്. ചെറിയൊരു പ്രോബ്ലം വന്നിട്ട് ഞാൻ നോക്കിയിട്ട് വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ പിക്ചർ. അത് അതിനകത്ത് കുറച്ചിട്ടുകൊണ്ടാണ് ആ പിക്ചറിലോട്ട് ചെറിയൊരു ടൈം വന്നത്. ഓക്കെ, അത് മാറ്റിയിടാം. അപ്പോൾ അത് എനേബിളാക്കി ഇട്ടിട്ടു. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇതാണ് നമ്മൾ ആദ്യം എടുത്ത പിക്ചർ. ഇതിനകത്തോട്ട് ആ ചെന്നായിൻ്റെ ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യാം? 100-ൽ ഇടുക. അത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. നമുക്ക് എവിടെയാണ് വേണ്ടത് എന്ന് കൃത്യം നോക്കുക. അപ്പോൾ ചെന്നായിൻ്റെ ആ ഒരു ഫോട്ടോ ആ പിക്ക് നമുക്ക് ഇതിനകത്ത് ആഡായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ സൂം ഔട്ട് ആക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് കൃത്യം എവിടെയാണ് ആ ആദ്യത്തെ പിക്ചർ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ സൂം ചെയ്തിട്ടാണെങ്കിൽ ഇത് 0-ൽ ഇടുക. 0-ൽ ഇട്ടിട്ട് ഇങ്ങനെ കൃത്യം ആഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ബ്ലറിൻ്റെ കാര്യം. അത് വഴിയെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ആ ടൂളിലോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ആപ്പ് കൊണ്ടുള്ള ഈ ടൂൾ കൊണ്ടുള്ള ഉപയോഗം. നമുക്ക് വേണ്ട സ്ഥലങ്ങൾ നമ്മുടെ പിക്ചറിൽ വേണ്ടത് ആഡ് ചെയ്ത്, അല്ലെങ്കിൽ നേരത്തെ ഉള്ള പിക്ചറിലുള്ള ഇന്നലത്തെ പറഞ്ഞ പോലെ തന്നെ മൂട്ടകൾ വല്ലതും ഉണ്ടെങ്കിൽ കണ്ടം പിടി ഓടിക്കുക. എന്നിട്ട് വേറൊരു ചെന്നായനെ കൊണ്ട് ഇടുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഡബിൾ എക്സ്പോസ് കൊണ്ടുള്ള ഉപയോഗം ഇതാണ്. ചെറുതായിട്ടൊന്നും കൂടെ ചെവിയുടെ അവിടെയൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്നാപ്സീഡ് ഇതുകൊണ്ട് ഉപയോഗം എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി. വേറൊരു പിക്ചറിലോട്ട് നമ്മൾ ചൂസ് ചെയ്തൊരു പിക്ചർ, നമുക്ക് ഇഷ്ടമുള്ളൊരു പിക്ചർ ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചില മോശമായിട്ട് കിടക്കുക. നമ്മുടെ ഒരു ഫോട്ടോ എടുത്തു, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചില മോശമായിട്ട് കിടക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? സ്നാപ്സീഡിൽ കയറണം, ഡബിൾ എക്സ്പോസ് നിൽക്കുക, ടൂൾ എടുത്തിട്ട് വേറൊരു ഫോട്ടോ ആഡ് ചെയ്യുക. ഞാൻ ചെയ്ത പോലെ ടൂൾ എല്ലാം ചെയ്ത് ആ വഴികളിലൂടെ പോയിട്ട് നേരെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പിക്ചർ 100% സൂപ്പറായിരിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഇത് ഇന്നലെ ഇവിടെയുള്ള കണ്ണ് അത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ആ ടൂൾ വെച്ച് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവണം. അത് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നില്ല. അപ്പോൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു എഡിറ്റ് ചെയ്യും. നമുക്ക് ബാക്ക് അടിക്കാം. ഇവിടെ ഒരു ആലോചന ഇതാണ് നമ്മൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത പിക്ചർ. ഇതിനകത്ത് ഇനി അടുത്തതെന്ന് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റാണ്. ടെക്സ്റ്റും ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. വ്യൂ എഡിറ്റ്സിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ പരിചയപ്പെട്ട് ഡബിൾ എക്സ്പോസ് എങ്ങനെ ഒരു പിക്ചർ ആഡ് ചെയ്യും. ടൂൾ എന്ന് പറയുന്നത് ടെക്സ്റ്റാണ്. ടെക്സ്റ്റും ഏകദേശം നമ്മൾ ഡബിൾ എക്സ്പോസ് ചെയ്ത പോലെ വ്യൂ എഡിറ്റ്സിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ ഒരേ രീതിയിലുള്ള 3 ടൂൾ നമ്മൾ എടുക്കാൻ കാരണം. അപ്പോൾ നമുക്ക് നേരെ ടെക്സ്റ്റിലോട്ട് പോകാം. ടെക്സ്റ്റിലോട്ട് പോകുമ്പോൾ ഡബിൾ ടാപ്പ് ഹിയർ ടു ചേഞ്ച് ടെക്സ്റ്റ്. നമുക്ക് ഇഷ്ടമുള്ള ആഗ്രഹിക്കുന്ന ടെക്സ്റ്റ് എന്താണ് നമ്മൾ എഴുതാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്കിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറേ പരിചയപ്പെടുത്താം. ഇവിടെ കുറേ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസൈൻസ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം കാണിച്ചു തരാം. ലൈൻ ഇടുമ്പോൾ ഇച്ചിരി കട്ടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്ന ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ ലൈൻ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പേര് ആഡ് ചെയ്യാം. ബാക്ക് അടിച്ച് ഇൻറ്റു അടിച്ച് കളയാം. അപ്പോൾ നമുക്കൊരു പേര്, ഇപ്പോൾ എൻ്റെ പേര് തന്നെ ഇടാം. പേരെന്ന് അടിച്ചു. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് ചെന്നായിയുടെ പുറകിൽ കൂടെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം ആ കാര്യങ്ങളൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ പറയാം. ഇതിൻ്റെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇവിടെ ഒരു കളർ ബോർഡിൻ്റെ കാര്യമുണ്ട്. ഇതിവിടെയാണ് കളറും കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. നമുക്ക് പറ്റിയ കളറ് എടുക്കണം. ഞാൻ വൈറ്റ് തന്നെ കൊടുക്കുകയാണ്. വൈറ്റ് ആകുമ്പോൾ ഒരു എടുപ്പൊക്കെ കാണുന്നുണ്ട്. വൈറ്റ് കൊടുക്കാം. അങ്ങനെ ചെയ്യാം. ഇതതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടും. നേരത്തെ പറഞ്ഞ പോലെ ഒപ്പാസിറ്റി കൂട്ടുന്നു കുറയ്ക്കുന്നു. ഇവിടെ നേരത്തെ പോലെ ഒരു സാധനമുണ്ട്. ഒരു ചന്ദ്രൻ്റെ ഒരു എന്താ പറയുക ത്രികോണം. അത് ഞെക്കുമ്പം നമ്മളുടെ നെയിം പുറകിൽ നമ്മൾ നേരത്തെ എടുത്ത ചെന്നായിൻ്റെ പിക്ക് ഇങ്ങനെ എടുത്ത് ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ പേരിൻ്റെ ഉള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച പിക്ക് വരുന്നുണ്ട്. അങ്ങനെ എടുക്കുന്നില്ല. നമ്മളിപ്പം അതിൻ്റെ പുറകിൽ കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പോസിറ്റ് പോവാം, ഓഫാക്കി ഇടുക. അപ്പം നേരെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പം നേരെ ഇവിടെ വേറൊരു ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മെയിൻ കാര്യമാണ്. എങ്ങനെ ഒരു ഒബ്ജക്റ്റിൻ്റെ പുറകിൽ കൂടെ
നമ്മുടെ പേര് കിട്ടും. അങ്ങനെ എഡിറ്റ് ചെയ്യണം എന്ന് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്തു പറയുക, ലുട്ടാപ്പിൻ്റെ വാലിൻ്റെ അവിടെ പോവുക, വ്യൂ ലിസ്റ്റ് പോവുക. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത കാര്യം ഇവിടെ ഉണ്ട്, ടെക്സ്റ്റ്. അവിടെ പോയിട്ട് ഇതാ ബ്രഷ് എടുക്കുക. ബ്രഷ് എടുക്കുമ്പോൾ ടെക്സ്റ്റ് പോകും എന്ന് വെച്ചത് പോയി എന്ന് നിങ്ങൾ കരുതിയേക്കല്ലേ. ഇവിടെ 100 100 ആ പേര് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അവിടെ തേച്ച് കൊടുത്താൽ മതി. അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജൈസായിട്ടൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്ത് എവിടെയൊക്കെയാണ് ആ ചെന്നായിൻ്റെ മേത്ത് നമ്മുടെ പേര് വരാൻ പാടില്ല, അങ്ങനെ നമ്മൾ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇത് -0 ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്യുമ്പോൾ ഇതിങ്ങനെ മാഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ അവിടെ ഉണ്ട്. അത് ഇത്തിരി കൂടി ബെറ്റർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സാധിക്കും. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടിട്ട് ആ പോയ ഭാഗങ്ങളിൽ ഒന്ന് ശരിയാക്കുകയാണ്. ഒന്നൊക്കെ ആക്കുന്നുണ്ട്. ഇവിടെയാണ് സീൻ കോൺട്രായി കിടക്കുന്നത്. അപ്പം ചാക്കോച്ചി എന്നുള്ള ആ നെയിം ചെന്നായിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട്, അല്ല പുറത്തോടെ. ചെന്നായി നമ്മുടെ പേരിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതങ്ങ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം എഡിറ്റ് ചെയ്ത കാര്യം ഇവിടെ വരും. ഇങ്ങനെയാണ് ചിലരുടെയൊക്കെ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം എങ്ങനെയാണ് ഇപ്പം നമ്മൾ ചവിട്ടി നിൽക്കുമ്പം നിൽക്കുന്നത് നമ്മുടെ പേരിൻ്റെ മേളിൽ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും എൻ്റെ ഫ്രണ്ടാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട കാര്യം എനിക്ക് ശരിക്കും പറഞ്ഞു തന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടെന്ന് ഞാൻ നോക്കിയപ്പം എനിക്കും പറ്റുന്നുണ്ട്. അപ്പം സ്നാപ്സീഡ് കയറിയതാ ഇങ്ങനെ നാക്കിയൊക്കെ എടുത്താൽ മതി. ഇപ്പോൾ ചാക്കോച്ചി എന്നുള്ള നെയിം നമ്മൾ ചെന്നതിൻ്റെ പുറത്തോട്ട് ഒബ്ജക്റ്റ് ക്ലിയറായി, നെയിം ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകും. അടുത്ത ടൂൾ എന്ന് പറയുന്നത് ലെൻസ് ബ്ലറാണ്. ശരിക്കും ഇപ്പം എടുത്ത ഫോട്ടോയ്ക്കകത്ത് ലെൻസ് ബ്ലറിൻ്റെ ഒരു ആവശ്യം കാണുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇപ്പം നേരെ ലെൻസ് ബ്ലറിലോട്ട് പോവുക. ഇന്നലെ പറഞ്ഞ പോലെ അത്തപ്പൂക്കൾ ഇടുമ്പോൾ ആദ്യത്തെ വര പോലെ തന്നെയാണ് ഇതും കിട്ടുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ചെന്നായി നമുക്ക് ഒബ്ജക്റ്റ് ആക്കി വെക്കാം. നമ്മുടെ പേര് പോയാലും കുഴപ്പമില്ല, ചെന്നായി നമുക്ക് ഒബ്ജക്റ്റ് ആക്കി വെക്കാം. ഇന്നലത്തെ പോലെയാണ് ലെൻസും കാര്യങ്ങളും കൂട്ടിയിടും കുറച്ചിടും. അപ്പം ഇന്നലെ ഇട്ടോ വീഡിയോക്കകത്ത് നമ്മൾ കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി ചാനലിൽ കയറുക, അതൊന്ന് ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഈ കാര്യം എങ്ങനെയാണ് ഇതൊന്ന് കൂട്ടിയിടുകയാണ്. പിന്നീട് വ്യൂ അടിച്ച് പോയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കൊടുത്തു. ഇവിടെ ഉള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നേരെ പോകുന്നു, വ്യൂ അടിച്ച് പോകുന്നു. വ്യൂ അടിച്ച് പോയിട്ട് ലെൻസ് ബ്ലർ ഉണ്ട്, ബ്രഷ് ഉണ്ട്, ഒന്ന് ലോഡ് ആവുന്നുണ്ട്. അപ്പം ആ ലെൻസ് ഇവിടെ ഉണ്ട്, നമുക്കൊന്ന് കൂട്ടാം. നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ലെൻസ് ബ്ലർനെസ് ഇവിടെ വരുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ആ പേരിൻ്റെ മേളിൽ നിന്ന് ആ ലെൻസ് ബ്ലർ നമുക്ക് മാറ്റണം, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാര്യങ്ങളൊക്കെ നമ്മളിവിടെയുള്ള കാര്യങ്ങളും കണ്ണിൻ്റെ കാര്യങ്ങളും കുറയ്ക്കുന്നതും സ്ട്രെങ്ത് കൂട്ടുന്നതൊന്നും ഞാൻ പറയുന്നില്ല, അറിയാം. എങ്ങനെ നേരത്തെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൂം ചെയ്യാം. സൂം ചെയ്തിട്ട് ആ പേരിൻ്റെ മേളിലുള്ള ബ്ലർനെസ് നമുക്ക് കുറയ്ക്കണം. ഇപ്പം ഞാൻ 0 ഇട്ടിട്ടുണ്ട്. 0 ഇട്ടിടുക. ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെയിമിൻ്റെ മേത്തുള്ള ബ്ലർനെസ് പോകുന്നുണ്ട്. ഇച്ചിരി സൂം ചെയ്യണം. ഇച്ചിരി നന്നായിട്ട് നമുക്ക് ആ പേരിൻ്റെ മേത്തുള്ളത് മാത്രം തന്നെ കളയാം. ഇപ്പോൾ ചാക്കോച്ചി എന്നുള്ള നെയിം, ആ നെയിമിൻ്റെ മേത്തുള്ള ബ്ലർനെസ് മാറിയിട്ടുണ്ട്. ഇല്ലാത്ത ഭാഗം നമുക്ക് സൂം ഔട്ട് ആക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ചാക്കോച്ചി എന്നുള്ള നെയിം ഒബ്ജക്റ്റ് ആയിട്ട് മാറി, ബാക്ക്ഗ്രൗണ്ട് ബ്ലർനെസ് ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. വ്യൂ അടിച്ച് പോവാം. നമ്മൾ ചെയ്തത് ഒന്നും കൂടെ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് എനിക്ക് പറയാനുള്ള, ഈ ഫോട്ടോ നമ്മളെങ്ങനെ ഗാലറിയിലോട്ട് പോകും. അത് ഇന്നലെ പറയാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇന്നൊരു വീഡിയോ ചെയ്യുമ്പോൾ അതും കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എക്സ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ടൂൾ ഉണ്ട്. ആ എക്സ്പോർട്ട് ഞെക്കുക. ഷെയർ ഉണ്ട്, സേവ് ഉണ്ട്, എക്സ്പോർട്ട് ഉണ്ട്, എക്സ്പോർട്ടേഴ്സ് ഉണ്ട്. ഷെയർ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വാട്സപ്പിലോട്ട് പോകാം. അതുപോലെ
ആർക്കൊക്കെയാണ് നമുക്ക് അയച്ചു കൊടുക്കേണ്ടതെന്ന് ഉള്ള ഒരു വാട്സപ്പിലോട്ട് നേരെ ഷെയർ കൊടുക്കുക. അങ്ങനെയുള്ള ഓപ്ഷനിലോട്ട് പോകാം. സേവ് ആണ്, നേരെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ സേവ് അതാണ് സേവിലോട്ടിട്ട് പ്രിപ്പയറിങ് ഫോട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു പിക്കിൽ ചെയ്തേക്കുന്നതെന്ന് ആ ഒരു ലോഡിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിക്ക് എഡിറ്റ് ആയിട്ടുണ്ട്. ഇതാണ് പിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 ടൂളുകളാണ് പരിചയപ്പെട്ടത്. അപ്പോൾ എൻ്റെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ്, കീപ് സപ്പോർട്ടിങ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.